സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ ഉയരടയാളങ്ങൾ മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാൽപ്പരപ്പിൽ തുള്ളിത്തുടിക്കുന്ന പള്ളിയോടങ്ങൾ പോലെ ഓണം ഓർമ്മകൾ നമ്മുടെ മനസ്സിലും തുള്ളിത്തുടിക്കട്ടെ. ആദ്യമായി ഓണ സന്ദേശം സംസാരിക്കാനായി നമ്മുടെ ഡയറക്ടർ ജോസ് മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തിരുവോണം ആഘോഷിക്കുകയാണ്. ഓരോ തിരുവോണ ആഘോഷങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കാലങ്ങളെ പറ്റിയുള്ള ഒരു അനുഭവം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മളെ ചിലതൊക്കെ ചിന്തിപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്ന് തോന്നുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു സംസ്കാരം, അതുപോലെ തന്നെ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എല്ലാം ഓണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം സന്തോഷവും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തിരുവോണം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ ലോക സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. കാരണം നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ ജീവിതമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒന്ന്. അതുപോലെ തന്നെ ഈ വർത്തമാനകാല അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നമ്മളും നമ്മളുടെ ഈ സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരിക അവസ്ഥയുടെ സന്ദേശം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ ഓണം തുടങ്ങുന്നത്. ഓണം തുടങ്ങുമ്പോൾ തന്നെ അത് ഒരു അധ്വാനത്തിന്റെ ഒരു പ്രതീകമാണ്. വിളവിൽ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള വിനോദങ്ങള്, കായിക വിനോദങ്ങള്, ഇപ്പം വടംവലിയാണെങ്കിലും വള്ളംകളിയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളും നോക്കിക്കഴിഞ്ഞാലും അതിലെല്ലാം ഒരു കായികമായ ഒരു അധ്വാനം അതിന്റെ ഭാഗമാണ്. അതുപോലെ സംഘം ചേരുന്നതിന്റെ ഒരു പ്രസക്തി ആഘോഷത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മള് ഭക്ഷണം, അതിന്റെ ഒരു സമൃദ്ധി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വർത്തമാനകാല പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഓണത്തിന്റെ പ്രസക്തി ഏറുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന, എല്ലാവർക്കും സമൃദ്ധിയുള്ള, എല്ലാവരും പരസ്പരം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഓണം നമുക്ക് അങ്ങനെ നമ്മുടെ ഒരു നല്ല കാലത്തെ പറ്റിയുള്ള ഓർമ്മകളിലൂടെ നമുക്ക് പോകാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സാമാന്യ അവസ്ഥയിൽ നിന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയും നമ്മളുടേതായ പല നൈസർഗിക സ്വഭാവങ്ങളെയും ഒക്കെ ബോധപൂർവം അല്ലാതെയോ ഒക്കെ പിന്തള്ളിക്കൊണ്ട് യന്ത്രങ്ങളുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മളുടെ സ്വഭാവത്തിലും ഒക്കെ ഒരു മാറ്റം സംഭവിച്ചു വരികയാണ്. കാരണം സംഘം ചേരുവാനുള്ള അവസരങ്ങൾ പലപ്പോഴും കുറഞ്ഞു വരികയാണ്. മനുഷ്യൻ സ്വാഭാവികമായിട്ടും അവനിലേക്കും അല്ലെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്കും ഒക്കെ ചുരുങ്ങുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഗെയിമുകളായിട്ട് വരുന്ന മൊബൈൽ ഫോണിൽ വരുന്ന ഗെയിമാണ്. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതാകുന്നു. അധ്വാനം കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒട്ടും രുചി ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സംഘം ചേർന്ന് ഒരു ആഘോഷങ്ങളൊക്കെ നടത്താത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ കാണുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും നമ്മളുടെ കഴിഞ്ഞുപോയ ഒരു നല്ല കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മളുടെ ആ കേരളത്തിൻ്റെതായ ആ പാരമ്പര്യം, വൈവിധ്യം, അത് കലകളിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും ആ ഒരു വൈവിധ്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള
ഒരു ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാം. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഓണം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി മാഷെ. അടുത്തായി സജി മാഷ് ഒരു ആശംസ പറയാൻ ക്ഷണിക്കുന്നു. It might sound quite ironic to speak in English on the occasion of Onam celebrations. And I've been asked to do it because we have our new friends here, new admissions, and welcome to School of Letters, first of all. Actually, Onam is a celebration, or Onam is a festival that we have in Kerala. It's primarily for them, okay? Please excuse me. And then there are a number of myths, and one of them is very significant probably in relation to Onam. And throughout Kerala you would find that Onam is celebrated in different ways. It's not a homogeneous celebration. I was just telling them when we were talking in the director's room that if you go to Malabar, non-veg is a compulsory and mandatory item on the menu form. Whereas what is widely projected all over the world is that the menu, sadhya that we call, is basically vegetarian, primarily. So you have different ways of celebrating it, and as far as and there are also people who say that it's a harvest festival, and I really do understand nowadays when you have less and less amount of agriculture cultivation and more of business, and as the director rightly pointed out, our celebration in the AI space, probably in artificial intelligence and all that. How do you really talk about harvest when you really have practically nothing to harvest, in fact? So, but then it also talks about our nostalgia, probably about glorious past when a king ruled quite judiciously and with a sense of oneness as far as his kingdom is concerned. So all those myths are there, and it also, I feel the myth is also primarily about resistance, because it would speak about the return of that suppressed king. Maybe in course of time you come to know about the story behind it, definitely. So though it is an annual return, it also speaks about the return of the suppressed and the return of the oppressed, I believe. And that, I think, is more important than just having a few, just having merrymaking and things like that. I'm reminded of my childhood days where we used to have arts and sports clubs, everywhere in every corner of the village. And you would have a reading room as well. So they used to conduct competitions where you have tug of war, which is, I think that is very apt as far as our society is concerned. So tug of war, then volleyball, and a number of such competitions used to take place during the celebrations. But what keeps Onam a very significant and important celebration is its sense of oneness, I think, where people belonging to different communities, different castes, different religions, they come together, they celebrate, irrespective of where the myth actually belongs to. It doesn't matter. You take pride in that past, even if it's an imagined past. You take pride in it, and you think about the way people can live in solidarity, in harmony. And that message is very important today, because we live at a time when disharmony actually rules the society in different ways. I think that's the case with anywhere in the world. In fact, people fight among themselves in the name of religion, in the name of caste, in the name of region, and so on and so forth, in the name of language. So in such a context, I think the message of oneness that Onam festival tries to put forward or project becomes extremely important, and let's probably receive this message and try to live up to the expectations of the festival. Thank you very much.
അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി കൃഷ്ണമാഷിനെ സ്വാഗതം ചെയ്യുന്നു. Okay, once again, the request is to make my short presentation in English. As Dr. Saji and Dr. Joske correctly pointed out, Onam is a celebration, an annual celebration, which I think has, as rightly indicated by Saji, maybe various forms of practices, beliefs, several legends associated with it. Maybe the only thing that is common to the way in which Onam is celebrated across the state, and of course even in other parts of the world where there are people from Kerala or Malayalis, is that in a way the celebration centers around a single day, which is actually a week from now. It's on the 29th that the actual Onam day falls. But then the celebration actually begins several days before that and actually continues even after, but of course with a lesser kind of enthusiasm and all. So this is probably what I would like to say. Apart from the fact that there is the only common thing as far as the practices are concerned, as far as the celebration is concerned, the day. Otherwise, the way in which Onam is celebrated, Onam is approached, Onam is interpreted in a way varies from place to place. In a way, that is the importance of, that is the uniqueness of Onam celebration. Once again, I wish everyone a very, very happy Onam. Thank you. Hello, Rohit Masha, ഓണാശംസകൾ പറയുന്നത്. By all the other teachers, Onam is celebrated as a mark of it's a harvest festival. It's very nostalgic in nature, in the sense it takes us back to a very golden kind of a past where there was no difference, no people were living together without any kind of discrimination, without any kind of betrayal. So though we imagine that past, it's actually, I think, looking forward. By projecting such a past, we are anticipating, or we are trying to. So let us all try together to bring that past to existence. Let us all strive, let us all work hard to bring that kind of a future where all of us live together without any kind of discrimination, where all of us feel happy, where all of us respect each other, where we believe, trust in each other. So let us have such a future, and let us all strive to build such a future. Thank you. പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴവിൻ പാൽക്കടലായി മലയിൽ നമുക്ക് തുഴയാൻ അമ്പിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു കയറാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂക്കാടം മഴവിൻ പാൽക്കടലായി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ
നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊണ്ടേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകനിരാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴക്കഥ പറയടി പുള്ളിക്കുയിലേ 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 മീനും പിടിക്കണം വേമ്പനാട്ടുകായൽ തിരകൾ തുടിക്കുന്നു തകതിമിതിമൃതേ അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തവതിമിതിമൃതേ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി അന്തിക്കൂടെ കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ. താങ്ക് യു. കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെവിടെ പോയടി കണ്ണൻ പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ കിളിയെ മുത്തം ഇത് കാണാൻ പോയത് പൂരം ഇത് വാളയാറി പൂരം കോർത്ത് നിന്ന് എന്റെ കാതൽ മുഖം കൊന്ന് അത് കാണാൻ വേണം കണ്ണ് എന്നടിയെ ഒന്ന് പോരാട്ടം മരം മണ്ണ് എന്നടിയെ ഒന്ന് പോരാട്ടം മരം അലസ സലമ അലസ സലമ അലസ സലമ അലസ ഓർക്കിന്നഴകാനം മൊഴി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം അമ്മിഴി മൊത്തം വെല്ലാതെ പോലെ ഒരു കൊമ്പിൽ നിറയെ കൂവളമുട്ടുകൾ തോത്തുമിടഞ്ഞതും നീട്ടാം കൈതവരം പത്തിത്തിരി നേരം നിൽക്കും हमको हो गए 100 वर्ष सूखे दिल पे बेगा बनके तेरी नजरिया बरसे रे I know you want it but you're never gonna get it तेरे हाथ कभी ना आनी Sheila Sheila teacher party I'm too sexy for you मैं तेरे हाथ ना आनी
ചൊല്ലുകേ ഓണമെങ്ങനെയുണ്ണണം ഉണ്ണുവാൻ വിളമ്പണം ഓണമൊത്തിരിയുണ്ടവർ അതൊന്നു ചൊല്ലുകേ പപ്പടം പഴമുപ്പിട് തൂശനിലത്തൻ തുമ്പില് ശർക്കരൊരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില് ആ പപ്പടം പഴമുപ്പിട് തൂശനിലതൻ തുമ്പില് ശർക്കരൊരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില് മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട് ആ മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട് കിച്ചടി പോർത്തിടണേ മോളില് കൂട്ടുകറിയും അവിയലും കൂട്ടുചേർലട്ടാ ചേട്ടായി ഇത്തിരി ചോറുത്ത സാമ്പാറതിൻ മീതത വീണ്ടും ഇത്തിരി ചോറുത്ത പുളിശ്ശേരിയും താ ചേട്ടാ 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 ഇത്തിരി ചോറുത്ത സാമ്പാറതിൻ മീതത വീണ്ടും ഇത്തിരി ചോറുത്ത പുളിശ്ശേരിയും താ പ്രഥമൻ ഒരു തവിയൊഴി പഴമിട്ടൊരു പിടിപിടി അച്ചാറിൽ വിരൽ തൊട്ട് മത്ത് കെടുകെട് ആ പ്രഥമൻ ഒരു തവിയൊഴി പഴമിട്ടൊരു പിടിപിടി അച്ചാറിൽ വിരൽ തൊട്ട് മത്ത് കെടുകെട് ചോറിവിടെ ബാക്കിയായി രസമൊഴുക്കി തീർപ്പിനായി ഉണ്ടു തീർന്നാൽ പിന്നിലേക്ക് ഇല മടക്കടേ പിന്നെയോ നന്നായി എന്നു പറയണം നാലും കൂട്ടി മുറുക്കണം 4 കാലം കട്ടിലിൽ നടുനിവർത്തണം അണ്ണാ
കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. Kudukku pottiya kuppayam uduthu mandana kalatte midukki penne ennude nenjin nadukirunnavalane nee, nadukirunnavalane nee. നടവരമ്പത്ത് കണ്ടാലും പഠിക്കലങ്ങനെ നിന്നാലും പടച്ചറപ്പേ പിന്നെന്റെ ഉള്ളിൽ പടക്ക പീടിക കത്തുന്നേ, പടക്ക പീടിക കത്തുന്നേ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിച്ചു നിൽക്കാൻ പഴുതടയും ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. On the floor baby, hit it hard baby, rock the party baby, patulengi podi. ಅಸುರನಿ ರಾವಣ ಹರಿಷಕೂಟ ಮತ್ತು ಒಂದು ರಾಕ್ಷಸರಾಡ ಪಟ್ಟುತಲ ವೀರ್ಯ ಕೊತ್ತನಾಡಿ ಶೌರ್ಯ ಮುಟ್ಟು ಮನ ಕಾತ್ತೊರು ವೀರ കയ്യോക്കേൻ തന്നേണം കണ്ടോട ചെന്തോരം ചുമ്മാതെ എന്നാളും ബക്കാരെ നിങ്ങൾ മറന്നിടാതെ മോഹത്തടങ്കിലാക്കും ഞാനോ നിരന്തരം. കൂടി പോലും പരാതിയില്ല, കൂടെ സവാരിയാകാൻ പോലും. ಅಸುರನಿ ರಾವಣ ಹರಿಷಕೂಟ ಮತ್ತು ಒಂದು ರಾಕ್ಷಸರಾಡ